കൊണ്ട് ചെയ്തെടുത്ത ഒരു നെക്ക് ഡിസൈനാണിത്. റൗണ്ട് നെക്കാണിത്. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ കാണാനായിട്ട് ഇതേമാതിരി ഉണ്ടാവും. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ള വിധം നോക്കാം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഒരു റൗണ്ട് നെക്ക് ഡിസൈൻ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളറുകളുടെ നൂലാണ് ഞാൻ എടുത്തത്. അപ്പോൾ എങ്ങനെയാണ് തയ്ക്കുക നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എല്ലാ ഇത് ചെയ്യുന്നതിന് ഏത് ക്രോഷ്യ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം ചെയിൻ ഇട്ടിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചെയിൻ ഇടാം. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ 130 ചെയിനുകളാണ് ഇടുന്നത്. 130 ചെയിൻ ഇട്ടിട്ട് റൗണ്ടിലാക്കി കൊണ്ടുവരണം. അപ്പോൾ ആദ്യം നമുക്ക് 130 ചെയിൻ ഇട്ട് വയ്ക്കാം. നൂറ്റി 130 ചെയിൻ ഇട്ടിട്ട് കാണിച്ചു തരാം. 120 ചെയിൻ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അതേമാതിരി ഇത്രയും നീളത്തിൽ. ഞാൻ അടുത്ത ചെയ്യുന്ന ഒരു ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്ന. 3 ചെയിനുണ്ട്. അപ്പോൾ 3 ചെയിനുമ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ കിട്ടുമല്ലോ. എടുത്തിട്ട് നാലാമത്തേൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. അതുകൊണ്ട് അവിടെ 2 ഡബിൾ ക്രോഷ്യ ആവുന്നു. ഇനി അടുത്ത ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യും. അപ്പോൾ 3 ഡബിൾ ക്രോഷ്യയായി. 3 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞ് നാലാമത്തെ ചെയിനിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. ഉണ്ട് 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിനിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 3 ഡബിൾ ക്രോഷ്യ ഓരോന്നിൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നാലാമത്തേൻ്റെ മുകളിൽ വരുന്ന സമയത്ത് 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോഴേ ഈ റൗണ്ടിലായിട്ട് വല്ല സ്ട്രെയിറ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് റൗണ്ട് നെക്കാണല്ലോ തയ്ക്കുന്നത്. അപ്പോൾ റൗണ്ടിലായിട്ട് വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഉണ്ടോ? ഇതേമാതിരി ചെയ്തെടുത്തതാണ്. 3 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ 2 ചെയ്തു. പിന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ 2. അങ്ങനെ ഈ ചെയിനിൻ്റെ ഈ അറ്റം വരെ ചെയ്തെടുത്ത് ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് കൊണ്ടുവരണം. ഇത് റൗണ്ട് ഫുള്ളായിട്ട് ഞാൻ ഡബിൾ ക്രോഷ്യ ചെയ്ത് റൗണ്ട് എടുത്തു. കണ്ട ഒരു റൗണ്ടിൽ ഫുള്ളായിട്ട് ചെയ്തെടുത്തു ഡബിൾ ക്രോഷ്യയിൽ. ഇനിയിപ്പോൾ ഇതിപ്പോൾ റൗണ്ട് ഷേപ്പ് വന്നു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ 3 ചെയിൻ ഇട്ടു. പിന്നെ വീണ്ടും 3 ചെയിൻ ഇട്ടിട്ട് ഈ മൂന്നാമത്തേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങനെ ചെയ്തെടുക്കുക. വീണ്ടും ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. അപ്പോൾ അവിടെ അതേമാതിരി വന്നുകൊണ്ട് ഇനി അടുത്തത് അതിൻ്റെ മുകളിൽ നിന്ന് 3 ഒഴിവാക്കുക. 1 2 3 നാലാമത്തേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ മുകളിൽ 3 ചെയിനിടുക. അപ്പോൾ അതൊരു ഡബിൾ ക്രോഷ്യ. പിന്നെ ഇതെവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. വീണ്ടും ഇതിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. അതേമാതിരി വന്നിട്ടുണ്ട്.
ഇനി അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഇതാ 3 ഒഴിവാക്കിയിട്ട് 4-മത്തേൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു 3 ചെയിനിട്ടിട്ട് ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു ഇതിനുള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു ഇതേമാതിരി വന്ന് ഈ റൗണ്ട് രണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്തെടുക്കണം. ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതുവരെ ചെയ്ത് കൊണ്ടുവരും. ഈ റൗണ്ട് കൂടെ ഫുള്ളായിട്ട് ഇത് ചെയ്ത് കൊണ്ടുവരും. ഇതാ ഈ നെക്ക് കാണുന്ന ഇതുവരെ തയ്ച്ചെടുത്ത സമയത്ത് ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. കണ്ടോ? ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പ് എങ്ങനെ ചെയ്യുക? ചെയിൻ ഇട്ട് വയ്ക്കുക. അതുവരെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യുക. 3 ചെയിനിടുക. 3 ചെയിനിട്ടിട്ട് ഇവിടെ ഇട്ടിട്ട് സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കുക. ഇതേമാതിരി വേണം. പിന്നെയും വീണ്ടും 3 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇവിടെ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി. പിന്നെ വീണ്ടും 3 ചെയിനിടുക. ചെയിനിട്ടിട്ട് സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ഇവിടെ ജോയിൻ്റ് ആക്കി. ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തിട്ട് ഇതുവരെ കൊണ്ടുവരണം. ഇതുവരെ ചെയ്തിട്ട് കാണിക്കുക. അതേമാതിരി ഞാൻ ഫുള്ളായിട്ട് ചെയിനിട്ടെടുത്തുകൊണ്ടാണ് ഈ ഭാഗം ഫുള്ളായിട്ട് ചെയിനിട്ടിട്ട് ഇങ്ങെടുത്തു. 2 സൈഡും ചെയിനിട്ടെടുത്ത് അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് പൊന്തിച്ച് കൊടുത്താൽ താണ് വരുന്നത്. അടുത്ത സ്റ്റെപ്പ് ഇതാ ഈ ചെയിനിൻ്റെ ഉള്ളിൽ നിന്നാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതങ്ങോട്ട് ഈ ചെയിനിൻ്റെ ഉള്ളിലേക്ക് ഇത് കൊണ്ടുവരും. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. പിന്നെ 2 ചെയിനിടുക. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യില്ലേ. പിന്നെ വീണ്ടും ഒരു ചെയിനിടുക. വീണ്ടും ഒരു ചെയിനിട്ടതിന് ശേഷം അവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഉണ്ടോ? അങ്ങനെ ഒരു ചെയിന് ഒരു ഡബിൾ ക്രോഷ്യ. വീണ്ടും ഒരു ചെയിനിടുക. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും ഒരു ചെയിനിടുക. അങ്ങനെ 6 ചെയിനിട്ടിട്ട് 6 ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് ഒരു ചെയിന് ഒരു ഡബിൾ ക്രോഷ്യ അങ്ങനെ 6 ചെയിനിട്ട് ഉള്ളത്. അപ്പോൾ 4 എണ്ണമായി. 2 എണ്ണം കൊണ്ട് ചെയ്യുന്നു. വീണ്ടും ഒരു ചെയിനിടുക. അങ്ങനെ വന്നു. അതേമാതിരി വന്നുകൊണ്ട് ഇനി അടുത്ത് ചെയ്യുന്നത് അടുത്ത ഒരു ചെയിനിടുക. അടുത്തൊരു ചെയിനിട്ടിട്ട് ഈ ബോക്സിൻ്റെ അകത്ത് സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കുക. അതേമാതിരി വന്നു. ഇനി അടുത്ത ചെയ്യുന്നത് അടുത്ത എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കുക. പിന്നെ വീണ്ടും 3 ചെയിനിടുക. ചെയിനിട്ടിട്ട് അടുത്തതിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കുക. പിന്നെ വീണ്ടും 3 ചെയിനിടുക. ചെയിനിട്ടിട്ട് അടുത്തതിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കുക. അപ്പോൾ 3 ബോക്സുകൾ നമ്മൾ ഉണ്ടാക്കി. പിന്നെ അടുത്ത ചെയ്യുന്ന സമയത്ത് അടുത്തത് അവിടെ ഒരു ചെയിനിടുക. ഒരു ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷ്യ ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ വീണ്ടും ഒരു ചെയിനിടുക. അതേമാതിരി 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. ഓരോ ചെയിനെ വീതം വെച്ചിട്ട് കണ്ടോ.
ചെയ്തെടുത്തത് ഉണ്ട്. ഇതേമാതിരി ചെയ്തെടുത്ത് ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. സിംഗിൾ ക്രോഷ്യ എടുത്തിട്ട് ജോയിൻ്റ് ആക്കുക. പിന്നെ വീണ്ടും 3 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. പിന്നെ വീണ്ടും 3 ചെയിൻ ഇടുക. ഇവിടെ 3 എണ്ണമല്ലേ ചെയ്തെടുത്ത്, അതേമാതിരി തന്നെ ഇവിടെ 3 എണ്ണം ചെയ്തെടുത്തിട്ട് പിന്നെ ഒരു ചെയിൻ എടുത്തിട്ട് അടുത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഒരു ചെയിൻ ഇടുക. അതേമാതിരി ഇവിടെ ചെയ്ത മാതിരി തന്നെ ചെയ്തെടുക്കുക. ഇവിടെ ചെയ്ത മാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. കണ്ടോ? ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് ഇതുവരെ കൊണ്ടുവരണം. രണ്ടാമത് വരെ തയ്ച്ചെടുത്തത് ഈ റൗണ്ട് ഈ ഫുള്ളായിട്ട് ഇങ്ങനെ തയ്ച്ചെടുത്ത് ഈ ആകും ഇങ്ങനെ തയ്ച്ചെടുത്ത്. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്. 2 സ്റ്റെപ്പും കൂടെ ചെയ്യണം. അതായത് ഇവിടെ നമ്മൾ ചെയ്തെടുത്ത് നമ്മുടെ കണ്ടോ. അതിനിപ്പം ഇവിടുത്തെ ജോയിൻ്റ് ആക്കി ക്ലോസ് ആക്കി ഇവിടുത്തെ അടുത്തത് ഇവിടുത്തെ ഈ ഇതെടുക്കുക, ഇവിടേക്ക് എടുക്കുക. ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ, നമ്മൾ ചെയിനിട്ട് വെച്ചിരുന്നില്ല, ആ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ സ്റ്റാർട്ട് സിംഗിൾ ക്രോഷ്യ കൊടുക്കുക. പിന്നെ 2 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ഇവിടെ ചെയ്തെടുക്കുക. ആ ചെയിനിൻ്റെ മുകളിൽ തന്നെ വേണം ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. കിട്ടുന്നില്ല ചെയ്തെടുത്തതാ. ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് അല്ലോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പം 2 ചെയിൻ ഇടാൻ കൊടുക്കണം. ഡിഫറൻസ് 2 ചെയിൻ. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഈ സിംഗിൾ ചെയിൻ ഉണ്ടല്ലോ, ആ ചെയിനിൻ്റെ മുകളിൽ ഇതേമാതിരി തന്നെ 2 ഡബിൾ ക്രോഷ്യ കൊടുക്കുക. അതേമാതിരി വരും. അടുത്ത 2 ചെയിനിട്ട് അവിടുത്തെ ഈ ഗ്യാപ്പിലൊരു ചെയിനിട്ട് വെച്ചിട്ടുണ്ട്. ആ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. വീണ്ടും 2 ചെയിനിടുക. 2 ചെയിനിട്ടിട്ട് ഇവിടുത്തെ ഈ ഡബിൾ ക്രോഷ്യേൻ്റെ ഉള്ളിൽ നിന്ന് ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. വീണ്ടും 2 ചെയിൻ. ഇവിടുത്തെ ഈ ലാസ്റ്റത്തെ ഈ ചെയിൻ ഉണ്ടല്ലോ, ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ. ലാസ്റ്റ് അല്ല, സോറി തെറ്റിപ്പോൾ. ഇവിടെ ഒരു ചെയിനും കൂടെ ഉണ്ട് കേട്ടോ. നോക്കണ്ട, ഇവിടെ ഉണ്ട് 2 ചെയിനുള്ളേ. ചെയിൻ ഇട്ടിട്ട് ഇവിടുത്തെ ഈ ഡബിൾ ക്രോഷ്യേൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ. ഉണ്ടോ? വീണ്ടും ഒരു ചെയിനിടുക. വീണ്ടും ഒരു ചെയിനിട്ടിട്ട് ഇവിടെയൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടുത്തെ ഈ ഇതുണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി. അപ്പോൾ അവിടെ അതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. കണ്ടോ? ഈ വർക്ക് അതേമാതിരി അടുത്ത ചെയ്യുക. അടുത്ത എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ചെയിനിടുക. ചെയിനിട്ടിട്ട് അതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി.
പിന്നെ വീണ്ടും 3 ചെയിനിട്ടിട്ട് അതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി കൊടുത്ത് അങ്ങനെ വന്നു. ഇനി അടുത്ത ഒരു ചെയിനിടുക. അല്ല, 2 ചെയിൻ ഇട്ടിട്ട് ഇവിടുത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതവിടെ തുടങ്ങുന്ന അവിടെ രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അതേമാതിരി വരും. വീണ്ടും 2 ചെയിനിടുക. 2 ചെയിനിട്ടിട്ട് ഇവിടുത്തെ നമ്മളെ ചെയിനിട്ട് വെച്ച ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. വീണ്ടും 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇവിടുത്തെ ഈ ഗ്യാപ്പിൻ്റെ അകത്ത് 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. കുറച്ച് പ്രയാസമുണ്ട്. അതേമാതിരി പിന്നെ വീണ്ടും 2 ചെയിൻ. ഈ ആദ്യമായിട്ട് ചെയിൻ ഇട്ട് വെച്ചതിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇനി വീണ്ടും 2 ചെയിനിടുക. ഈ ഗ്യാപ്പിൻ്റെ അകത്ത് 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. വീണ്ടും 2 ചെയിൻ ഇട്ടിട്ട് ഇവിടുത്തെ ലാസ്റ്റ് ഒന്നുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് അങ്ങനെ ചെയ്തെടുത്ത് പിന്നെ ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കുക. പിന്നെ വീണ്ടും 3 ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി. പിന്നെ ഇവിടെ 3 ചെയിനിട്ടിട്ട് സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി. പിന്നെ 2 ചെയിനിട്ടിട്ട് ഈ ഗ്യാപ്പിൻ്റെ അകത്ത് ഇതേമാതിരി തന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതേമാതിരി തന്നെ ഇവിടെ ചെയ്തെടുത്ത മാതിരി തന്നെ ഇവിടെയും ചെയ്തെടുക്കുക ഫുള്ളായിട്ട്. ഇത് കണ്ടത് ഇപ്പോൾ അതേമാതിരി ഉണ്ടാവും. ഇവിടെ ഇതേമാതിരി ചെയ്തെടുക്കുക. ഇവിടെ ഇപ്പോൾ രണ്ടെണ്ണം വന്ന് ചെയിൻ വന്ന് 2 ചെയിൻ വന്ന് ഇവിടെ അതേമാതിരി ചെയ്തെടുക്കുക ഫുള്ളായിട്ട്. ഇത് റൗണ്ട് ഫുള്ളായിട്ട് ഇതുവരെ ചെയ്യത്തക്ക വിധത്തിൽ ചെയ്തെടുക്കണം. ഇത് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. ഈ നെക്ക് ഡിസൈൻ ഇത്രയും തയ്ച്ച് കഴിയുന്ന സമയത്ത് ഇതേമാതിരി ഇന്നത്തെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത ഒരു സ്റ്റെപ്പും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ അടുത്ത ഒരു സ്റ്റെപ്പും കൂടി എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അവിടെ ചെയ്യാം. ഇത് നമ്മൾ എൻഡ് ചെയ്ത് വെച്ച സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്
അപ്പോൾ ഈ ചെയിന് 2 ചെയിനിട്ട് വെച്ചിട്ടുണ്ട്, അവിടെ നിന്നാണ് ചെയ്യേണ്ടത്. അപ്പം അതുവരെ അത് ചെയ്തുകൊണ്ടാണ് ഇതെത്തി സിംഗിൾ ക്രോഷ്യ ചെയ്ത് ജോയിൻ്റ് ആക്കി. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ, 2 ചെയിന്, അപ്പോൾ എന്തായി, ഒരു ഡബിൾ ക്രോഷ്യ. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ 4 ചെയിനിടുക. സാധാരണ 3ഉം 2ഉം ഒക്കെ അല്ലേ ഇടുക, അപ്പോൾ 4 ചെയിനിടുക. 4 ചെയിനിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ, ഈ ക്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇത് എടുക്കുക. എടുത്ത് പിന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യം കൂടെ ഇതിനുള്ളിൽ ചെയ്തെടുക്കുക. ഉണ്ടാവും അതേമാതിരി ഉണ്ടാവും കാണുന്ന സമയത്ത്. അടുത്തതിൻ്റെ മുകളിൽ അടുത്ത ഒരു ചെയിനിടുക. ഒരു ചെയിനിട്ടിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് രണ്ടാമതൊരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. രണ്ടാമതൊരു ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഇതേമാതിരി 4 ചെയിനിടുക. 4 ചെയിനിട്ട് വെച്ചിട്ട് ഇതേമാതിരി ചെയ്യുക. കോടെടുക്കുക. പിന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ 3 ഡബിൾ ക്രോഷ്യ കണ്ടോ, ഇതേമാതിരി വരും. ഇനി ഇതേമാതിരി ഇതിൻ്റെ ഉള്ളത് വരെ ചെയ്തെടുക്കണം. അത് ചെയ്തെടുക്കുക. അതേമാതിരി ഉണ്ടാവും ഇത് കാണാനായിട്ട്. അതേമാതിരി ഞാൻ ചെയ്തെടുത്തു കണ്ടോ, ഇതേമാതിരി വരും. അപ്പോൾ ഞാൻ അടുത്ത ചെയ്തൊരു ചെയിൻ ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് ഈ ഡബിൾ ക്രോഷ്യ ചെയിൻ ഉള്ളതിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കിയെടുത്തു. പിന്നെ വീണ്ടും 3 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഇതവിടെ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി. അപ്പോൾ അവിടെ അത് ഒരു ചെയിന് മാത്രമേ വരുള്ളൂ. ബാക്കി ഇനി അടുത്ത ചെയിൻ ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിൻ്റെ അകത്ത് ഇതേമാതിരി ചെയ്യുക. ആദ്യം ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ചെയ്തിട്ട് 4 ചെയിൻ ഇടുക. 3 അല്ല 4 ചെയിൻ ഇടുക. 4 ചെയിൻ ഇട്ടിട്ട് ഇതേമാതിരി ഇതിനുള്ള കൂടെ എടുക്കുക. പിന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ ഒരു ചെയിൻ ഇടുക. ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഡബിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് 4 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ വീണ്ടും ഒരു ചെയിൻ ഇടുക. ഇതേമാതിരി ഇവിടെയൊക്കെ ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഓരോന്നിനകത്ത് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് കഴിയും. അതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. ഉണ്ടോ, ഇവിടെ അതേമാതിരി ഉണ്ട്. അതുവരെ ചെയ്തെടുക്കാം. ഇതാ ഞാനിവിടെ ചെയ്തെടുത്ത ഈ നെക്ക് ഡിസൈൻ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ കാണാനായിട്ട് ഇതേമാതിരി ഉണ്ടാവും.